കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസിലെ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം നിലച്ച മട്ടിൽ. പ്രതിയെ തേടി കേരളത്തിന് പുറത്തേക്ക് പോയ സംഘത്തിന് ഇതുവരെ യാതൊരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെയിലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ദൃശ്യ കൊലപാതക കേസിലെ പ്രതി വിനീഷ് ചാടിപ്പോയ സംഭവം നടന്ന് 15 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലേക്കും പ്രതിക്കായി അന്വേഷണം വ്യാപകമാക്കിയെങ്കിലും നിലവിൽ ഇപ്പോൾ നിലച്ച മട്ടിലാണ്. പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസിലെ പ്രതിയുടെ രൂപമാറ്റം വരുത്തി ചിത്രങ്ങൾ സഹിതമായിരുന്നു തെരച്ചിൽ തുടർന്നത്. സെല്ലിന്റെ ചുവർ തുരന്നു കടന്നു കളഞ്ഞ പ്രതിയായ വിനീഷ് CCTV ക്യാമറയിലൊന്നും കുടുങ്ങാതെ രക്ഷപ്പെട്ടതാണ് വലിയ പ്രതിസന്ധി. ഇതുവഴി കടന്നുപോയ ദീർഘദൂര ലോറികളും മറ്റു വാഹനങ്ങളും പരിശോധിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് നിരാശ മാത്രമായിരുന്നു ഫലം. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണത്തിനായി എത്തിയ പോലീസ് സംഘവും ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. വിനീഷ് കേരളത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. 2022 കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിനീഷ് കടന്നു കളഞ്ഞെങ്കിലും കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് ഇയാളെ പിടികൂടിയിരുന്നു. അതിനാൽ തന്നെ ധർമ്മസ്ഥലയിലും പോലീസ് പ്രത്യേക തിരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 10 കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു വീണ്ടും വിനീഷിനെ കുതിരവട്ടത്തെ എത്തിച്ചത്. രക്ഷപ്പെട്ട പ്രതിയെ വളരെ വേഗത്തിൽ പിടികൂടാമെന്ന പോലീസിന്റെ മോഹമാണ് ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പാകട്ടെ ഇപ്പോഴും മൗനം തുടരുന്നു. കോഴിക്കോട് നിന്നും KB ശ്യാമപ്രസാദ്, ജനം.